ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കേക്കാണ് കേട്ടോ ഇതൊരു 5 kg വരുന്ന കേക്കായിരുന്നേ. ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ പോലും കയറില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ കസ്റ്റമേഴ്സ് എന്നോട് റെഫറൻസ് പിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഡിസൈൻസ് ആണെങ്കിൽ അതിന് എത്ര ടാസ്ക്കുള്ള ഡിസൈൻ ആണെങ്കിലും ഞാനത് അയച്ചു കൊടുക്കാറുണ്ട്. എന്നിട്ട് അവർ അത് തന്നെ സെലക്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാറുമുണ്ട്. അതേപോലെ ഒരു ഡിസൈനായിരുന്നു കേട്ടോ ഇത്. കുറേ റൗണ്ട് കേക്കും സ്ക്വയർ കേക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ 2-3 കേക്കിൻ്റെ റെഫറൻസ് പിക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ കസ്റ്റമർ ചൂസ് ചെയ്തത് ഈ ഒരു ഡിസൈനായിരുന്നേ. ഇതുപോലെ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വേഫർ ഷീറ്റ് ആയിരുന്നു. പക്ഷേ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് വേഫർ ഷീറ്റ്സ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ക്രീം കൊണ്ട് ആ ഡിസൈൻ ചെയ്താൽ മതി, പക്ഷേ അതിൽ കാണുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം അതിൽ കാണുന്ന കണക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഫ്ലവേഴ്സ് ആയിരുന്നു അതിൽ ഫുള്ള്. പക്ഷേ എനിക്ക് തോന്നി ഈ ഒരു കളറൂടെ വെച്ചപ്പോൾ കുറച്ച് ഭംഗിയുണ്ടെന്ന്. അതുകൊണ്ടാണ് ആ ഒരു ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്തത്. ഈ ഒരു കേക്ക് വെക്കാനുള്ള ബേസോ ബോക്സോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2-3 ബേസ് ഒട്ടിച്ചിട്ടൊക്കെയാണ് ഞാൻ ആ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ തന്നെ ബോക്സും. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് തന്നെ ആ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. പിന്നെ അത് ആ സ്റ്റേജിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.